കൊടുക്കുന്ന കഥാപാത്രങ്ങളെ സ്വീകരിച്ച് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തിയെ എല്ലാവർക്കും. രാത്രി 12:00 ഓരോരുത്തന്മാർ വിളിക്കുമ്പോൾ നിനക്ക് അന്തസ്സില്ലേടാ നിന്ന് മുകേഷ് ചേട്ടാ പച്ചയ്ക്ക് ചോദിക്കാൻ മലയാള സിനിമ മുകേഷ് ചേട്ടനെ പറ്റത്തുള്ളൂ. അല്ല, അതിനെക്കാട്ടിയും മലയാള സിനിമയ്ക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്, ആളുകളൊന്നും ശ്രദ്ധിക്കാതെ പോയതാ. ഒരു ആരാധകനാന്ന് പറയുമ്പോൾ ആണാധകൻ. ഞാൻ പറഞ്ഞ നീ ആരാധിക്കാൻ ഇന്ത്യയിൽ ഒരു നടൻ ചോദിക്കത്തില്ല. ആരാധകൻ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡാണ്. മോനെ നീ അങ്ങനെയല്ല മോനെ നീ എന്നേ പറയത്തുള്ളു. ഇനി ഏത് സൂപ്പർ സ്റ്റാറാന്നേ പറയത്തുള്ളു. പെട്ടെന്ന് PRDന്ന് ഒരു ഫോൺ കോൾ വരുവാണ്. അതെ, കൈരളി TV-ലോടൊന്ന് വരണം. ഞാൻ പറഞ്ഞു ഞാനിവിടെ റിഹേഴ്സലൊക്കെ മാറ്റിപ്പോയി, അത് നാളെയല്ലേ ഉള്ളൂ, ഇന്നിപ്പോൾ വരണം. ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഏറ്റവും ന്യൂ ജനറേഷൻ കൈരളി നിറഞ്ഞ് തെളുമ്പി താഴെ ഇരിക്കുകയാണ്. ഗോഡ് ഫാദർ കാണാൻ ടൈറ്റിൽ ഉൾപ്പെടെ കൈയടിക്കുകയാണ്. ടൈറ്റിൽ കൈയടിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തരുടെ പേര് കാണിക്കുമ്പോൾ കൈയടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൊല്ലം അവിടെ ഇരിക്കുന്ന കുട്ടികൾ ജനിച്ചില്ലെന്ന് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾ പലരും ജനിച്ചിട്ടില്ല. അതൊക്കെ ലൈഫ് ലോങ് ആണ്. സിനിമകളിലെ അഭിനയത്തിന്റെ ഫോൺ വിളികളുണ്ടല്ലോ, അതിലൊക്കെ തമാശയാണെങ്കിൽ പോലും മുകേഷിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷന് ആ ഒരു ഫോൺ വിളി. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അത് 500 ഫോൺ വരികയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. കോളേജ് ജംഗ്ഷനിൽ ഇപ്പൊ കൊല്ലത്ത് ഞാൻ ഒരു ബസ് കയറാൻ നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ എല്ലാവരും സെറ്റ് വലിക്കും. അപ്പോൾ മാക്സിമം വലിക്കും, ഇങ്ങനെ ഇടും. എന്നിട്ട് ഈ വിത്ത് പുകയാണ് നമ്മൾ ബസ്സിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഈ ഇറങ്ങി പോകുന്നത് അച്ഛനാണ്, എൻ്റെ അച്ഛൻ. അവിടെ നമ്മൾ കയറുന്നേ, അവിടെ ഈ സിഗരറ്റും വലിച്ച് വിത്ത് പുക അകത്തോട്ട് കയറും. ഞാൻ കണ്ടില്ല. പുള്ളി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മയുടെ പറഞ്ഞു, സിഗരറ്റ് വലിക്കുന്നത് തെറ്റ് പോട്ടെ, അച്ഛന്മാരുടെ മുഖത്തേക്കല്ല പുക വിടണ്ടെന്നൊന്നും. മലയാള ഭാഷയുടെ ഒരു ഭാഗമായി മാറി കമ്പിളിപ്പൊതപ്പ് കേൾക്കാൻ വയ്യ. ഒരുപാട് പേരും റാംജി റാവു ഒന്നും കാണാത്തവരാണ് അത് പറയുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പം ഇപ്പോൾ അവർ കുറച്ച് പൈസ കടം ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു ഫേവർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ കേൾക്കാൻ വയ്യ. അപ്പൊ ഇവിടുന്ന് കമ്പിളിപ്പൊതപ്പ് എനിക്ക് മനസ്സിലായി. ഒരു കൊല്ല സ്ലാങ് ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം എന്തൊക്കെയാണ്? കൊല്ലത്തെന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ചില തരത്തിൽ ഒരു ലേഖൊക്കെ ഏടേ എന്നൊക്കെ പറയുന്നത് വേറെ ആരും പറയത്തില്ല. കൊല്ലത്തിന് ഭാഷയ്ക്കൊരു ഭംഗിയുണ്ട്, അതിനകത്തൊരു ഹ്യൂമർ സംഭവം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്, വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് അവർക്ക് സ്വാഗതം. അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇന്നിനോടൊപ്പം ഉള്ളത് കൊടുക്കുന്ന കഥാപാത്രങ്ങളെ സ്വീകരിച്ച് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തിയെ എല്ലാവർക്കും. ഒരു അവതാരകനാണ്, ഒരു ആക്ടറാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം MLA ആണ്. സ്വാഗതം ചെയ്യാം മുകേഷ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അതോടൊപ്പം സംവിധാന രംഗങ്ങളിൽ മികവ് പുലർത്തുകയും ആളുകളോട് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട MA നിഷാദിക്ക. നമസ്കാരം. നമസ്കാരം മുകേഷ് ചേട്ടാ. അങ്ങനെ നമ്മൾ അയ്യർ ഇൻ അറേബ്യയിൽ എത്തി നിൽക്കുന്നു, കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇതിന് ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ ഒരു അപ്പൻ മോൻ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൽ നമുക്കെല്ലാം ഏറ്റവും സന്തോഷം തോന്നിയത് കൗണ്ടറുകളുടെ രാജാക്കന്മാരായ മുകേഷ് ചേട്ടൻ, ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ എനിക്ക് നിഷാദിക്കയോടാണ് ചോദിക്കാനുള്ളത്, ഈ കൗണ്ടറുകളുടെ രാജാക്കന്മാരായ ഇവർ 3 പേരും ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടപ്പോഴുള്ള ഒരു അനുഭവം നമ്മളൊന്ന് പങ്കുവെക്കാമോ? അല്ലേ, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് നിങ്ങൾ വിട്ടുപോയി, ഉർവശിയുടെ പേരാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യർ എന്ന് പറഞ്ഞ സിനിമയുടെ ആശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ ശ്രീനിവാസ് അയ്യർ മുകേഷ് ചേട്ടനല്ലാതെ ഇന്ത്യൻ സിനിമയിൽ ആരുമില്ല. ഇതെനിക്ക് പറയേണ്ട വന്നു. കാര്യം ടൈമിങ്ങിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് മലയാള സിനിമയിൽ എത്ര പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധ്യാനും ഷൈനും ഒക്കെ എൻ്റെ അടുത്ത് കഥ പോലും കേട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിങ്ങനെ മുകേഷ് ചേട്ടനും ഉർവശി ചേച്ചിയാണ് കഥ കേൾക്കുന്നില്ല, ഞങ്ങൾ വരുവാന്ന് പറഞ്ഞു. കാര്യം അതാണ് ആ ഒരു കോൺഫിഡൻസ്, ഈ 2 ആർട്ടിസ്റ്റുകളോടുള്ള കോൺഫിഡൻസ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. കാര്യം നാളിതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായി എൻ്റർടൈനർ, അതായത് ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുകേഷേട്ടാ, മുകേഷിലോട്ട് ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ മുകേഷിന് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താ? അല്ല, ഞാൻ ആ അയ്യർന്ന കഥാപാത്രത്തെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടമാണ്. ഒരു കാര്യം, ഇപ്പം എൻ്റെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് അഭിനയമാണ്, സിനിമാഭിനയമാണ്. അപ്പം ഒരുപാട് അങ്ങ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, റിപ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാനൊന്ന് ബാക്ക് അടിക്കും. അതല്ല, അതിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ കുറെ കൂടെ പുതുമയാക്കി എങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ലാതെ വരും എന്നുള്ള ഒരു തീരുമാനം ഞാൻ ആദ്യം എടുക്കും.
അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സിനിമ നമുക്ക് ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ്. പക്ഷേ അയ്യർ എന്ന് പറയുന്ന സിനിമയിൽ ആ അയ്യറുടെ കഥാപാത്രം, ശ്രീനിവാസ് അയ്യറുടെ കഥാപാത്രം ശരിക്കും എനിക്ക് താല്പര്യം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളർന്നു വന്ന ഒരു കാലഘട്ടം, സ്കൂൾ കോളേജ് അങ്ങനെയുള്ള ഒരു കാലഘട്ടം, ഒരുപാട് ഈ സ്ട്രെയിറ്റായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പറയുന്ന ഒരുപാട് നാടകങ്ങളും സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാര്യം ഈ സ്റ്റേജിന് മുമ്പിൽ നാടകം കാണാനും സിനിമ കാണാനും ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരിൽ എല്ലാ വലിയ വലിയ ആൾക്കാർ കാണും. മതമേലധ്യക്ഷന്മാർ കാണും, മുഖ്യമന്ത്രി കാണും, മന്ത്രിമാർ, പോലീസ് ഓഫീസർമാരൊക്കെ കാണും. അപ്പോൾ ഈ സിനിമയിലൂടെയും പ്രത്യേകിച്ച് നാടകമാണെങ്കിൽ ലൈവാണ്. അവർ വിമർശനങ്ങൾ പറയുമ്പം അത് അസഹിഷ്ണുത വന്നിട്ട് ഇത് ഞാൻ പൂട്ടിക്കും, ഇതങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും അല്ല അന്ന് പറയുന്നത്. അന്ന് കറക്റ്റ് ഞാൻ തിരുത്തണം, ഞാനത് മനസ്സിലാക്കണം, എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത് തെറ്റാണ്, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കമായിട്ടാണ് ചിന്തിച്ചതെങ്കിലും അത് നമ്മൾ മാറ്റണമെന്ന് പറയുന്ന ഒരു വലിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും സുവർണ കാലഘട്ടമാണ്. ഗിവ് ആൻഡ് ടേക്ക്. കലാകാരന്മാർ പറയുന്നു, വിമർശിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, തിരുത്തുന്നു. അത് പാടെ ഇപ്പം നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു TV ഷോയ്ക്ക് ബിഡായി ബംഗ്ലാവായാലും കിടിലമാണെങ്കിലും ഒക്കെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നും. അപ്പം ആ സ്പോട്ടിൽ, അല്ല നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടക്കത്തില്ല, സ്പോട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി പറയണോ, അത് പറഞ്ഞാൽ ആർക്കെങ്കിലും വ്രണപ്പെടുവോ, ഏതെങ്കിലും ആൾക്കാർ ബഹളം ഉണ്ടാക്കുവോ, സ്റ്റേ വരുവോ, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് വേണ്ട, അത് കട്ടി, ഇത് കട്ടി, അത് കട്ടി, ഇത് അവസാനം ഒരു സ്കെൽറ്റനാണ്. അതിനകത്ത് തമാശ കണ്ടെത്തി അല്ലെങ്കിൽ കൗതുകം കണ്ടെത്തിയാണ് നമ്മൾ പറയുന്നത്. അത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം, ഭയങ്കര മാറ്റമാണ്. അതാണ് കലാകാരന്മാർക്കാണ് അടി ആദ്യം ഏറ്റവും കൂടുതൽ കൊണ്ടിട്ടുള്ളത്. എഴുത്തുകാർക്കും സംവിധായകർക്കും അഭിനേതാക്കൾക്കും ഒക്കെ ഒരുപാട് ഇപ്പോൾ തന്നെ പലരും പല സന്ദർഭങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മാപ്പ് പറയുന്നു. ശരിയാ, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. എന്നാൽ അതിനകത്ത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ എന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. പല സിനിമകളിലും പേര് മാറ്റും, ആ പേര് വേണ്ട ഞങ്ങൾ പറയുന്നു, ഇത് മറ്റേത്, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി തന്നെയാകണം, എന്നാൽ മാത്രമേ നമ്മുടെ നാട് മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് ഇടിച്ച് നിൽക്കുമല്ലോ, ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി കുറ്റിയിട്ടിട്ട് പറയണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനി മാറും. ഇപ്പം ഞാൻ ഇതിപ്പോൾ ഇപ്പോഴും ഇന്നലെ തുടങ്ങിയതോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊന്നുമല്ല, കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വന്ന് അത് മാറുന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ശ്രീനിവാസനും കൂടെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ ശ്രീനിവാസൻ ഒരു ബാർബറാണ്. അപ്പോൾ ബാർബറായിട്ട് ഉള്ള അന്നൊക്കെ ഈ പടം ഇറങ്ങുന്നതിന് തലയാഴ്ച സോങ് ഇറക്കും, TV-യിലൂടെ വരും. അപ്പം വ്യത്യസ്തനാമൊരു ബാർബറാൻ ബാലനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു പാട്ട് വന്നു. ഭയങ്കര ഹിറ്റായ പാട്ടാണത്. ഇപ്പോഴും എല്ലാവരും പാടുന്നതാണ്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആദ്യം തന്നെ ഏതോ ബാർബേഴ്സ് അസോസിയേഷൻ്റെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേ ആണ്, ഞങ്ങളെ കളിയാക്കും, ബാർബർമാരെന്താ വിചാരിച്ചത് ഞങ്ങൾ മുടി വെട്ടുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സിനിമയൊന്ന് കാണണം. സിനിമയൊന്നും കാണേണ്ട ആവശ്യമില്ല, അടുത്ത വെള്ളിയാഴ്ച ഇറക്കുമില്ലോ എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു, ഒരു 2 മിനിറ്റ് എനിക്കിതാ. ഇതൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരുപാട് കാശിറക്കി ഒരുപാട് സമയമിറക്കി ഒരു നല്ല സിനിമ, അതിനകത്ത് ശ്രീനിവാസനാണ് ബാർബർ. കല്യാണം കഴിച്ചിരിക്കുന്ന ആരാന്നറിയോ? അതും പ്രണയിച്ച് വിവാഹം കഴിച്ചിരിക്കുന്ന മീനയാണ്. വലിയ വലിയ സൂപ്പർ സ്റ്റാർസ് രജനീകാന്ത് ഉൾപ്പെടെ ആൾക്കാർ അഭിനയിച്ച മീനയെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ബാർബറിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ളൊരു ബാർബർ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പെൺകുട്ടി ഹീറോയിനായിട്ട് അല്ലെങ്കിൽ വൈഫായിട്ട് വരുന്നത്. അവരുടെ കഥയാണ്, അവരുടെ ഏറ്റവും വലിയ നിലയിലെത്തിയ കഥയാണ്. അത് ബാർബർമാർ കണ്ടു കഴിഞ്ഞാൽ അഭിമാനപൂരിതമാകും. അങ്ങനത്തെ ഒരു ഇതാണ്. അതോ ഞാൻ പറയും, കണ്ടതിന് ശേഷം സ്റ്റേക്ക് പോവുക, പിന്നെ വിളിച്ചിട്ടില്ല കണ്ടിട്ട്. പക്ഷെ ഇത് പറയുമ്പോൾ ആ വ്യക്തി കേട്ടിരിക്കാൻ ഒരു മനസ്സ് കാണിച്ചു. ഇപ്പൊ അതില്ല, ഇപ്പൊ അതുമില്ല. അത് ബാക്കി നമുക്ക് കോടതി കാണാം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന വീണ്ടും നമ്മൾ ശ്രീനിവാസ് അയ്യരിലേക്ക് വരികയാണ്.
ഒരുപാട് ആൾക്കാർ ശ്രീനിവാസ അയ്യരുടെ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് നാട്ടിലിങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാർ അതിനു മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന, അതല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം കുറേ കാലം ജോലി ചെയ്തിരിക്കുമ്പോഴൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് എല്ലാവരും നമ്മുടെ മലയാളം സംസാരിക്കുന്ന എല്ലാവരും എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞ് തോളിക്കൂടെ കൈയിട്ടുകൊണ്ട് നടന്ന ആൾക്കാർ കുറേ കാലമായിട്ട് ഒരു ചെറിയ ഒരു വ്യത്യാസം, തിരുത്തേണ്ട വ്യത്യാസമാണ്. കേരളത്തിൽ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റം, അതല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയത്, ഞാൻ സന്തോഷമായിട്ടല്ലേ ജീവിക്കേണ്ടത്, ഞാൻ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു രീതിയിലല്ലേ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് അയ്യറിന് ലഭിക്കുകയാണ്. അപ്പോൾ അയ്യർ അവസാനം എനിക്ക് ചില തെറ്റിദ്ധാരണകൾ വന്നു, അതെല്ലാം ഞാൻ തിരുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ സന്തോഷമാണ് നമ്മൾക്ക് വരേണ്ടത്, ഓരോ മലയാളിക്കും വരേണ്ടത്. അതാണ് ഈ അയ്യർ എന്ന കഥാപാത്രവും ഈ സിനിമയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗം. അതുപോലെ തന്നെ മുകേഷ് ഏട്ടൻ ഏതൊരു മിക്ക സിനിമകൾ എടുത്തെന്ന് പറഞ്ഞാലും സിനിമയിലെ ഫോൺ സംഭാഷണങ്ങൾ, അതിപ്പം കുഞ്ഞ് കീപാഡ് സെറ്റ് മുതൽ ഇന്നത്തെ ഐഫോൺ വരെ ആണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അഭിനയിക്കണമെന്നില്ല, അല്ലെ അങ്ങനെ ഒരു ഫോൺ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇല്ല. പക്ഷെ മുകേഷ് ഏട്ടൻ അഭിനയിക്കുമ്പോൾ അതിനൊരു ജീവനുണ്ട് ഫോൺ സംഭാഷണത്തിൽ. അങ്ങനെ സംഭാഷണത്തിൽ ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാം ഫോണിലൂടെയുള്ള? അല്ല, ഫോണിലൂടെ നമ്മൾ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പം തന്നെ, അന്ന് ലാൻഡ് ലൈൻ ആയിരുന്നു, ഇപ്പോൾ അത് പിന്നെ മൊബൈലായി, പിന്നെ അതിനപ്പുറത്തേക്കുള്ള ചാട്ടമൊക്കെയാണ്. ഫോൺ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയും ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഓർക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുള്ള കാലമായിരുന്നു. പക്ഷെ തിരിച്ചു അങ്ങനെ ഓർക്കുമ്പോൾ ഇപ്പൊ ചിരിയാ വരുന്നു. അതെ, ഞാൻ ഉദ്ദേശിച്ചത് സിനിമകളിലെ അഭിനയത്തിന്റെ ഫോൺ വിളികളുണ്ടല്ലോ, അതിലൊക്കെ തമാശയാണെങ്കിൽ പോലും മുകേഷിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷന്, ആ ഒരു ഫോൺ വിളി, ആ ടൈമിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അല്ല, അതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അത് 500 ഫോൺ വരികയാണ്. 500 ആണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞൂടാ, ഹോസ്റ്റലിലാണ്. അപ്പോൾ ആരോ വന്ന് പറയുന്നു, സാർ ഫോണുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് വരുന്നത്. സിഗരറ്റ് വലിച്ചുകൊണ്ട് വന്നിട്ട് ഫോൺ എടുത്തിട്ട്, ഹലോ, പുകയുണ്ട്. അപ്പോൾ അവിടെ കോളായി പോയില്ലടാ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പുക മാറ്റുകയാണ്. അതെ, ആളില്ലേ, പുക മാറ്റുകയാണ്. കാര്യം അച്ഛൻ അപ്പം ആ ഒരു ഷോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരൊറ്റ ബിഹേവിയറിൽ തന്നെ അച്ഛൻ്റെ കഥാപാത്രം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. അവിടെയൊക്കെയാണ് നമ്മൾ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കാണിച്ചപ്പം സിദ്ദിഖ് ലാലും പറഞ്ഞു, ഇതിനപ്പുറം ഒരു ആക്ഷൻ വേറെ പറയാൻ പറ്റത്തില്ല. കാര്യം അവരത് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അച്ഛൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ പുക മാറ്റി, അയ്യോ അച്ഛൻ കേൾക്കും. കോളേജ് ജംഗ്ഷനിൽ ഇപ്പോൾ കൊല്ലത്ത് ഞാൻ ഒരു ബസ് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബസ് ആ സമയത്തൊക്കെ എല്ലാവരും സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. അതൊക്കെ പിൽക്കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ബസ് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് കത്തിച്ചതേ ഉള്ളൂ ഒരു സിഗരറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പൈസയൊക്കെ ഭയങ്കര. അപ്പോൾ മാക്സിമം വലിക്കും, ഇങ്ങനെ ഇടും. എന്നിട്ട് ഈ വിത്ത് പുകയാണ് നമ്മൾ ബസ്സിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഞാനിത് കണക്ക് സിഗരറ്റ് ഇങ്ങനെ ഇട്ടിട്ട് വിത്ത് വായിക്കാത്ത പുകയുണ്ട്, അകത്ത് എന്നിട്ട് ഒന്ന് വിട്ടാൽ മതിയല്ലോ. പോകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പോയി. അപ്പോൾ ബസ്സിലുള്ള എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ പുകപിടിയിൽ എൻ്റെ ഇങ്ങനെ അമുക്കി പിടിച്ചത് കൊണ്ടൊക്കെ ഉള്ള ഒരു ചിരിയായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല കോളായിരിക്കും കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ എന്താ, അപ്പോൾ ഇറങ്ങി പോകുന്നത് അച്ഛനാണ്, എൻ്റെ അച്ഛൻ. അവിടെ നമ്മൾ കയറുന്നത്, അവിടെ ഈ സിഗരറ്റും വലിച്ച് വിത്ത് പുക അകത്തോട്ട് കയറും. ഞാൻ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ ഭയന്നിരിക്കുകയാണ്. കാര്യം വീട്ടിലൊന്നും അറിഞ്ഞൂടാ ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. പക്ഷെ ദൈവമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു കോമഡി സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് എൻ്റെ ലൈഫിൽ. അപ്പം വീട്ടിൽ ഉണ്ണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാനിത് ഇങ്ങനെ പറയുമോ, എന്നെ പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മയുടെ പറഞ്ഞു, പിന്നെ സിഗരറ്റ് വലിക്കുന്നത് തെറ്റ് പോട്ടെ, അച്ഛന്മാരുടെ മുഖത്തേക്കല്ല പുക വിടേണ്ടതെന്ന്. അതൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇനി സൂക്ഷിച്ച് വേണം സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ
എപ്പോഴെങ്കിലുമൊക്കെ സിനിമയിൽ അങ്ങനെ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം. അതെ. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഫോൺ വിളിയായിട്ട് ബന്ധപ്പെട്ട എന്തിന് ഏറ്റവും വലിയ മലയാള ഭാഷയുടെ ഒരു ഭാഗമായി മാറി കമ്പിളിപ്പൊതപ്പ് കേൾക്കാൻ വയ്യ. ഒരുപാട് പേരും റാംജി റാവു ഒന്നും കാണാത്തവരാണ് അത് പറയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ റാംജി റാവു അത് ആ സിനിമ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു, പക്ഷേ ഇതെന്ത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിനകത്തൊരു സീനുണ്ട്, ഇതാണ്. അപ്പോഴാണ് അവർ ഓർക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പം ഇപ്പോൾ അവർ കുറച്ച് പൈസ കടം ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു ഫേവർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ കേൾക്കാൻ വയ്യ. അപ്പോൾ ഇവിടുന്ന് കമ്പിളിപ്പൊതപ്പ് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന റാംജി റാവൊക്കെ അങ്ങ് പോയി. ഇത് ഭാഷയുടെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ മുകേഷേട്ടൻ പറയുന്നത്, മുകേഷൻ സ്ക്രീനിൽ പങ്കുവെക്കുന്ന ഓരോ അഭിനയവും റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസുകളുണ്ടല്ലേ? അല്ല, സംഭവിച്ചിട്ടുണ്ടാകാം, അത് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകാം. ഇപ്പം നമ്മൾ സിനിമയിൽ വരാത്തവർ ഒരു ഫോൺ കോൾ എപ്പോഴെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് സിനിമയിൽ ഇടാം. അതായത് അന്നൊക്കെ ലാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടകത്തിൻ്റെ ഓഫീസിൽ, കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഓഫീസിൽ മാത്രമാണ്, വീട്ടിൽ ഫോൺ വന്നിട്ടില്ല. അതൊക്കെ പൂട്ടി വെച്ചേക്കും, ഭയങ്കര ലക്ഷറിയാണ്. അനാവശ്യമായിട്ടൊന്നും ഫോണൊന്നും വയ്ക്കത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് അതിൻ്റെ താക്കോലൊന്നും നമ്മുടെ കയ്യിലൊന്നും ഇല്ല. പക്ഷെ വരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നാടക മത്സരത്തിന് എറണാകുളത്ത് പോയി. SN കോളേജിലുള്ള കുട്ടികളെല്ലാം കൂടെ പോയി 3 ദിവസം നാടക മത്സരം. ഫസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ നാടകം. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പം പിറ്റേന്ന് ഒരു 7 മണിയാകുമ്പോൾ നാടക മത്സരത്തേക്കും 8 മണി 9 മണിക്ക് ചിലപ്പം താമസിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ താമസിക്കും, അനൗൺസ് ചെയ്യും. അപ്പം അത് കാളിദാസ കലാകേന്ദ്രത്തിലെ നമ്പറിലേക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ തന്നെ ബെസ്റ്റ് ആക്ടർ, ഒരു മാറ്റമില്ല, നിന്റെ ഊഷരഭൂമി എന്ന് പറഞ്ഞ നാടകത്തിന് വെല്ലാൻ ഏതെങ്കിലും നാടകം വന്ന് നീ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാത്രിയിൽ 9 മണിക്ക് ഞങ്ങളുടെ ഇതിനകത്ത് പങ്കെടുത്ത സംവിധായകരും നടന്മാരും എല്ലാവരും കൂടെ ഈ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഫോണിൻ്റെ മുമ്പിലിരിക്കുകയാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ചിരിയാണ്. അന്നെന്ന് പറഞ്ഞാൽ വിത്ത് ടെൻഷനാണ് ഇരിക്കുന്നത്. 10 മണി 11 മണി 11:30 ആയപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു. എല്ലാവരും കൂടെ ഓടി വന്നു. ഞാൻ എടുത്തപ്പം കൊല്ലത്തുള്ള തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, ഫോണുള്ള ഇച്ചിരി കാശുകാരനായിട്ടുള്ള ഒരു ഫ്രണ്ട്, അവൻ വിളിക്കുകയാണ്, എന്തെങ്കിലും ആയോ? ഒന്നും ആയില്ല, എല്ലാവരും ഫോണിൻ്റെ ചുറ്റിനും ഇരിക്കുകയാണ്. ആവുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ. ഞാൻ പറഞ്ഞു ഇവിടെ താഴിട്ടിരിക്കുകയാണ്. അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിച്ചവന് മനസ്സിലായി ഇത് കൊള്ളാം, ഇവന്മാർ ഒരു 7-8 പേര് ഇതിൻ്റെ ചുറ്റും. അപ്പോൾ ഈ ഫോണുള്ള വീടുകളിലൊക്കെ അവൻ വിളിക്കുന്നു, ഒന്ന് വിളിച്ചേരെ, അവന്മാർക്ക് നല്ല പണിയാണ്. അങ്ങനെ 1/2 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, മറ്റേതാണെങ്കിലും കാണാൻ പറ്റത്തില്ലല്ലോ നമ്പറൊന്നും. അങ്ങനെ വെളുപ്പാങ്കാലം 5 മണി വരെ പല ഫ്രണ്ട്സ് മറ്റേവർ വിളിച്ച് എന്തായി ആരും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റത് 9 മണിക്കാണ്. ഇതിനിടയ്ക്ക് വിളിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല. പേപ്പറിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു സമ്മാനം ഇല്ല. പക്ഷേ ഈ ഫോണിന്റെ മുമ്പിലുള്ള ഈ ആൾക്കാരുടെ ഒരു ഭയങ്കര ഒരു അമ്പലത്തിന്റെ ഒക്കെ മുമ്പിൽ അല്ലെ പള്ളിയുടെ മുമ്പിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ഫോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷ, അന്നൊക്കെ ഭയങ്കരമായ ടെൻഷനും ഇപ്പോൾ ഓർത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഫോൺ എല്ലാവരുടെയും ജീവിതത്തിൽ അതേ കണക്ക്, പക്ഷെ ഓർത്തിരിക്കണം എന്നുള്ളതാണ് ദൈവാധീനം. ഈ ഫോണിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഒരു സിനിമാ നടൻ എന്നൊരു ലേബല് മാറ്റിവെച്ച് രാത്രി 12:00-ക്കൊക്കെ ഓരോരുത്തന്മാർ വിളിക്കുമ്പോൾ നിനക്ക് അന്തസ്സില്ലേടാ നിന്ന് മുകേഷ് ചേട്ടാ പച്ചയ്ക്ക് ചോദിക്കാൻ മലയാള സിനിമ മുകേഷ് ചേട്ടനെ പറ്റത്തുള്ളൂ. കാരണം അല്ല, അതിനെക്കാട്ടിയും മലയാള സിനിമയ്ക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യമൂടെ അതിനകത്തുണ്ട്, ആളുകളൊന്നും ശ്രദ്ധിക്കാതെ പോയതാണ്. ഒരു ആരാധകനാന്ന് പറയുമ്പോൾ ആണാധകൻ, ഞാൻ പറഞ്ഞ നീ ആരാധിക്കാൻ ഇന്ത്യയിൽ ഒരു നടൻ ചോദിക്കത്തില്ല. ആരാധകൻ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡാണ്. മോനെ നീ അങ്ങനെയല്ല മോനെ നീ എന്നേ പറയത്തുള്ളൂ. ഇനി ഏത് സൂപ്പർ സ്റ്റാറാന്നേ പറയത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ എല്ലാവർക്കും വേണ്ടിയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആരാധിക്കാൻ, ഇങ്ങനെയുള്ള നിന്റെ ആരാധന വേണ്ട.
എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള വേറെ ആരും ഇല്ല. ഇത് കണ്ട എൻ്റെ അപ്പൻ എന്നോട് പറയുമോ, നീ എന്തെങ്കിലും ഒരു കാലത്ത് മുകേഷേട്ടനെ കാണുമ്പോൾ ഒരു കൈ കൊടുക്കണം, തന്നോട്ടെ. ഇതെന്താണെന്നറിയാം, എന്നെ മുകേഷ് ചേട്ടോ നിനക്ക് അന്തസ്സുണ്ടോ? മുകേഷ് ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതെന്താന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ് നടന് വേണ്ടത്. സംവിധായകർക്കായിരിക്കും നടന് വേണ്ട ഒബ്സർവേഷൻ. അതുപോലെ തന്നെ ഇക്ക പറഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ 2 വർഷം മുമ്പ് ഇക്ക പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറേ സുഹൃത്തുക്കളുണ്ട്, പക്ഷേ എന്നും എന്നിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് വ്യക്തികളിൽ ഒരാൾ മുകേഷ് ചേട്ടനാണ് അല്ലേ? അത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, മുകേഷ് എന്ന വാത്സല്യം. മുകേഷ് ചേട്ടനെ പറ്റിയത് കാര്യം എൻ്റെ അമ്മാവനും ഒക്കെ ആയിട്ടുള്ള അടുപ്പമാണ്. അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുരണ്ടൂരായാലും ഒക്കെ വരുമ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ വന്ന ശേഷമാണ് കൂടുതൽ അടുത്തത്. അപ്പം എനിക്ക് ഒരു സെറ്റ് ബാക്ക് വന്നപ്പം ഡ്രീംസ് ഞാനൊന്ന് പടം പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തു. ഡ്രീംസ് പൊളിഞ്ഞ് വലിയൊരു പടം ഇല്ലെങ്കിൽ തിയേറ്ററുകാരെ പോയി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ സഹായിച്ചവരിൽ ഒരാൾ മുകേഷ് ചേട്ടനും അമ്പിളിച്ചേട്ടനും സുരേഷ് ഗോപിയും ചാക്കോച്ചനും, ഇവർ 4 പേരും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തില്ലാന എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുകയും അതുകൊണ്ട് എൻ്റെ കടങ്ങൾ തീരുകയും ചെയ്തു. ഒരു ഫുള്ളൊരു സിനിമയാണെങ്കിലും ഞാൻ വളരെ ആസ്വാദന നിലവാരത്തെ കുറ്റം പറയല്ല. ആ സിനിമയിൽ എനിക്ക് കളക്ഷൻസ് ഒരുപാട് കിട്ടി, ആ പടത്തിൻ്റെ കളക്ഷൻ ഒരുപാട് കിട്ടിയതുകൊണ്ട് ഒരുപാട് കടങ്ങൾ എനിക്കൊന്ന് തീർക്കാൻ പറ്റി. മുകേഷ് ചേട്ടാ, ഇപ്പം ഗോഡ് ഫാദർ എന്ന സിനിമ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, മലയാള സിനിമയിൽ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ മുകേഷ് ചേട്ടനെ വല്ല ആരുമില്ല. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ മുകേഷ് ചേട്ടൻ്റെ ഒരു കോംബോ. ഏണിയിൽ കയറുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ വിളിച്ചാൽ മതി, വിസിലടിച്ചാൽ മതി. അപ്പം ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, അതിൽ മുകേഷ് ചേട്ടൻ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചൊന്ന് പങ്കുവെക്കാമോ? അത് ജഗദീഷ് ഏണിയിൽ കയറി ഇരിക്കുന്നത്, ഏണി വെച്ച് തരുന്നാന്ന് തോന്നുന്നു എനിക്ക്. എടാ നീ മുകളിൽ പോയിട്ട് വിസിലടിച്ചാൽ മതി എന്ന് പറയുന്നൊരു കാര്യം. അത് അതിനകത്ത് ജഗദീഷ് ഈ കൊമ്പൊടിഞ്ഞ് താഴെ വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒറിജിനലായിട്ട് വീണിട്ട്, പക്ഷെ ജഗദീഷിനൊന്നും പറ്റിയില്ല, ഒടിഞ്ഞു വീണു. മുകേഷ് ചേട്ടാ, ഈ ടൈമിങ് എങ്ങനെ ശരിക്കും ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ടൈമിങ്ങും ആരോഗ്യവുമായിട്ട് നല്ല ബന്ധമാണ്. അത് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നല്ല യങ്ങും പിന്നെ ചുറുചുറുക്കും അതിനപ്പുറത്ത് പിടിച്ച് കയറണം. ഇത് നമ്മുടെ പടമാണ്, ഇതിനകത്ത് വേണം സ്ട്രൈക്ക് ചെയ്യാൻ. ഇപ്പോൾ ബോയിങ് എന്ന് പറഞ്ഞ സിനിമ ഞാനും മോഹൻലാലിലൂടെ അഭിനയിച്ചു. കുറേ കാലത്തിന് ശേഷം ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ അടുത്ത സമയത്ത് പ്രിയനുണ്ട് ഞാൻ പറഞ്ഞു, തിയേറ്ററിൽ 1 മാസം മുമ്പ് തന്നെ ആൾ വരുന്ന ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ തിയേറ്ററിൽ 1 മാസം മുമ്പ് ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് കാണാൻ വരും, ഏതായിരിക്കുന്നു. അപ്പം പ്രിയൻ ഏതിങ്ങനെ പറഞ്ഞു ബോയിങ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ റെഡിയാണ്. അപ്പം ഞാൻ മോഹൻലാലിൻ്റെ ചോദിച്ചു, സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ മോഹൻലാൽ പെട്ടെന്ന് ഒന്നും നോന്ന് പറയത്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ആ തരത്തിലായിരിക്കണം നമ്മൾ. ആ സെക്കൻഡ് പാർട്ടല്ല, ആ കറക്റ്റ് ആ സമയത്തുള്ള സെക്കൻഡ് പാർട്ടല്ല, ഇപ്പം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഇത്രയും എനർജി കാണുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ആ എനർജി അത്രയും കാണത്തില്ല. അപ്പോൾ എനർജി അല്ലേ ബോയിങ്, ആ ചാട്ടവും ഓട്ടവും ഓരോ റൂം തുറക്കുമ്പോഴത്തേക്കുള്ള ടെൻഷനും അല്ലേ, അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യാം. പ്രിയനല്ലേ ഇരിക്കുന്നത്, ഇത്ര മാത്രമൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, അത് വേറെ തരത്തിൽ കൺസീവ് ചെയ്യേണ്ടി വരും. ആ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ നിലനിൽപ്പിൻ്റെ സിനിമയാണ്, ഇതിനകത്തോട് ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെളിയിലാവും, എനിക്ക് വേറെ സിനിമ കിട്ടില്ല എന്നുള്ള ചിന്ത ഡയറക്ടർ തൊട്ട് എഴുത്തുകാരൻ തൊട്ട് ക്യാമറമാൻ തൊട്ട് എല്ലാ ചെറിയ റോൾ അഭിനയിക്കുന്നവരുടെയും മനസ്സിലതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പെർഫോമൻസ് അങ്ങനെ വന്നത്. ഇപ്പം നമ്മുടെ ഗോഡ് ഫാദർ സിനിമയാണെങ്കിൽ പോലും ഒരു ബന്ധം എല്ലാവരുമായിട്ട് മുകേഷ് ചേട്ടൻ വെക്കുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ കാക്കക്കുയിൽ സിനിമയിൽ ലാലേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അതിൽ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്നത് കൊല്ലത്തിൻ്റെ ഒരു സ്ലാങ് മുകേഷ് ചേട്ടനും മിക്ക സിനിമകളിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ മാക്രി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയോട് പറയുമ്പോൾ ഇവളെൻ്റെ നാട്ടുകാരിയാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൊല്ല സ്ലാങ് ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം എന്തൊക്കെയാണ്? കൊല്ലം സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടലായിട്ട് ഇപ്പം നമ്മളിപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞൊരു സ്ലാങ് ഇല്ല. ചില ഇപ്പം തൃശ്ശൂർ ടോട്ടലായിട്ടുണ്ട്, കാസർഗോഡ് ടോട്ടലായിട്ടുണ്ട്,
തിരുവനന്തപുരത്തിന് ഒരു 80% ഉണ്ട്. അപ്പോൾ കൊല്ലത്തെന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ചില തരത്തിൽ ഒരു ലേഖൊക്കെ ഏടേ എന്നൊക്കെ പറയുന്നത് വേറെ ആരും പറയത്തില്ല. ഇല്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് ലാഗുമാകും അത്. അങ്ങനെ ഇഴച്ച് പറയണ്ട, എടേ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ ഇതിനകത്തൊരു ഭംഗിയുണ്ട്. ആ ഭംഗി ആ ലാഗ് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ കൊല്ലം ഭാഷ ഡയറക്ടർമാർ അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് നീ കൊല്ലം ഭാഷ വിടുക കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഹ്യൂമർ, അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലത്ത് ഉള്ള ഒരുപാട് കഥാപ്രസംഗക്കാർ കൊല്ലം ഭാഷയും കൊല്ലത്തുകാരുമാണ്. അവരെല്ലാം കഥ പറയുമ്പോൾ ഏത് ലോകത്തുള്ള മലയാളം അറിയാവുന്ന ഏത് സ്ഥലത്തും ആളുകൾ കേട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന് ഭാഷയ്ക്കൊരു ഭംഗിയുണ്ട്. അതിനകത്തൊരു ഹ്യൂമർ സംഭവം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ആരും എന്നെ എതിരായിട്ടും തിരുത്തിയില്ലെന്ന് മാത്രമല്ല, അത് കൊല്ലം ഭാഷയിൽ പറ, അതാ നല്ലത് എന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് തൃശ്ശൂർക്കാരനായിട്ടല്ല വേറൊരു സ്ഥലത്തുള്ള ഒരാളായിട്ട് തൃശ്ശൂർ ഭാഷ സംസാരിക്കാൻ ഒക്കത്തില്ല. അത് ശരിക്കും തൃശ്ശൂർ ഭാഷയാണ്. പക്ഷെ കൊല്ലത്ത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കൊല്ലം ഭാഷയൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്. ഈ സിനിമയിലാണെങ്കിൽ പോലും മുകേഷ് ചേട്ടനെ വെക്കണം, ഉർവശി ചേച്ചിയെ വെക്കണം, ഷൈൻ ടോം ധ്യാൻ പോലുള്ളവരെ കൊണ്ടുവരണം. ഈ ഫസ്റ്റ് തന്നെ മുകേഷ് ചേട്ടനിലോട്ട് ഇങ്ങനെ ഒരു പടം എത്തിക്കണം എന്ന് തോന്നാൻ ഇക്കുണ്ടായ കാരണം എന്താണ്? ഞാൻ ഈ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ഇതൊരു വിഷയമാണ്. മുകേഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞത് അത് ഹ്യൂമറസ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാവണം. ഞാനതൊരു സംവിധായകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇത് മഹത്തായ സിനിമയാണ്, മലയാള സിനിമയെ ഉദ്ധരിക്കാൻ പോകുന്ന സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു സാധാരണ സിനിമയാണ്. പക്ഷേ ഇതിൽ സാധാരണ ജനങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ഫാമിലി ഓഡിയൻസിനെ കുറേ നാളെ ഇതുപോലത്തെ ഒരു സിനിമ. പിന്നെ ഈ രണ്ട് ആക്ടർ, ഞാൻ ചെന്നൈയിൽ ഞാൻ അഭിനയിച്ച ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഭാഗ്യരാജ് ഉൾപ്പെടെയുള്ള വസന്തപാൽ ഉൾപ്പെടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ചെറിയാങ്കൽ പാടിയും ഉണ്ടായിരുന്നു, പശുപതി സാറും ചെറിയാങ്കൽ പാടിയും. അപ്പോൾ ഞാൻ ഈ കാറിൽ പോകുന്ന വഴി ചെറിയാച്ചൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറയുക, കഥ ഉണ്ട്. അപ്പോൾ ചെറിയാച്ചൻ്റെ അടുത്ത് ചോദിച്ചു, ഈ അയ്യരാരെന്ന് ചോദിച്ചു. നമ്മൾ മുകേഷ് ഏട്ടൻ കറക്റ്റ്. അപ്പോൾ ജാൻസി റാണിയോ അത് പ്രശ്നിച്ചു ഇത് പറഞ്ഞു. അപ്പോൾ അത് ഫിക്സ് ചെയ്യണ്ടേ, നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോകുന്നു. ഞാൻ അവിടെ മുകേഷ് ഏട്ടൻ്റെ ഫോണിൽ വിളിക്കുക, കാറിലെടുത്തായ വിളിക്കുന്നത്. ഞാൻ മുകേഷ് എന്തോടെ ഞാൻ പറഞ്ഞു അടുത്ത പടം മുകേഷ് ചേട്ടനാണ് ഹീറോ. എന്തോ ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടനാണ് ഹീറോ എൻ്റെ പടത്തിൽ. അപ്പോൾ ഒരു സെക്കൻഡ് ആയിട്ട് എന്താ സബ്ജക്റ്റ്? ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വീട്ടിൽ വന്ന് പറയാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഓക്കെ. നേരെ ഉർവശി എടുത്ത് പോയി കഥ പറയുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഈ അയ്യരാരാ? ഞാൻ മുകേഷ് ചേട്ടൻ. ഞാനങ്ങോട്ട് പറയാൻ വരുമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോടുത്ത് ഞാൻ നേരത്തെ ഭാരത സർക്കസിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പം നീ അതിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ കഥ പോലും കേൾക്കത്തില്ല. ധ്യാനാണെങ്കിലും അവരത് കഥ പോലും കേട്ടിട്ടില്ല. എന്നോട് വിശ്വാസം കൊണ്ടാണ് വന്നത്. അപ്പം അങ്ങനെയാണ് ഈ സിനിമയിൽ ഈ കഥാപാത്രം. അത് മുകേഷ് ചേട്ടൻ്റെ പേര് ഇക്കയോട് ആൾക്കാർ പറയണമെങ്കിൽ പോലും പറഞ്ഞത്. അതെ, അപ്പോഴും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെങ്കിൽ മുകേഷ് ചേട്ടനിൽ ആ ഒരു സംഭവം ഉണ്ട്. ഞാൻ പിന്നെ ഇത് ഗെറ്റപ്പ് വരെ മാറ്റിയല്ലോ. ഗെറ്റപ്പ് വരെ ഇത് മുടിയൊന്ന് ഒരു ചെറിയ ചുരുളിച്ചുള്ള കൂടി കണ്ണാടി, പിന്നെ മീശ കറക്റ്റായിട്ടൊന്ന് ട്രിം ചെയ്തു. അപ്പം നിങ്ങൾക്ക് സാധാരണ മുകേഷ് ചേട്ടനെ കാണുന്ന പോലെയല്ല, ഇതിന് ഒരു അക്ലമേഷൻ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞു. മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ഏതൊരു കഥാപാത്രവും ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്നും മനസ്സിൽ കുറിച്ചിട്ടേക്കുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി മുകേഷ് ചേട്ടനെ ഇഷ്ടം അപ്പൻ ക്യാരക്ടർ ചെയ്യണമെന്നാണ്. കാരണം ജേക്കബിൻ്റെ സ്വർഗരാജ്യം പോലുള്ള സിനിമകൾ മുകേഷ് ചേട്ടൻ ചെയ്യുമ്പോൾ, ജോമോൻ്റെ സുവിശേഷം പോലുള്ള സിനിമ മുകേഷ് ചേട്ടൻ ചെയ്യുമ്പം ഞാൻ എൻ്റെ അപ്പനെ ഓർത്ത് ഇങ്ങനെ ഒരു അപ്പനല്ലാതെ ഇങ്ങനെ ഒരു അപ്പനെ എനിക്ക് കിട്ടി. എൻ്റെ അപ്പൻ കുഴപ്പക്കാരനൊന്നുമല്ല കേട്ടോ, പറഞ്ഞതാ. ഇങ്ങനൊരു അപ്പനെ കിട്ടിയത് നല്ലതായിരുന്നു എന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പൻ ക്യാരക്ടർ ഇനിയും ചെയ്യണം? അല്ല, അപ്പൻ ക്യാരക്ടർ ഇപ്പം ഇങ്ങനെ തെക്കോട്ടുള്ള ആൾക്കാർ പിന്നെ നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങാനും പറ്റിയാൽ ഒരു വെപ്പ് വെച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ വടക്കും തെക്കുമായിട്ടുള്ള പ്രധാന വ്യത്യാസങ്ങളൊന്നാണ്. ആര് കണ്ടാലും ഒരു നഷ്ടമില്ല. ഒരു നല്ല കാര്യം, നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല, പക്ഷെ പറയത്തില്ല. പറയുന്ന നമ്മൾ കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവൻ നമുക്കിട്ട് പണിഞ്ഞിട്ടാണല്ലോ പോയത്, അയാൾക്കും സന്തോഷമായി, അവന് ഞാൻ നല്ലോണം കൊടുത്തു. അതൊരു ബേസിക്കായിട്ട് ഗിവ് ആൻഡ് ടേക്കാണ്. അതിനകത്തൊന്നും വിഷമം തോന്നിയിട്ട് കാര്യമില്ല.
ഈ അടുത്ത സമയത്ത് കണ്ടിട്ട് ആ മുകേഷ് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മളെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാൻ നേരത്ത് ഇപ്പം എല്ലാം അപ്പൻ കഥാപാത്രമാണല്ലേ എന്ന് പറയുന്നത് ഒരു എവിടെയോ ഒരു സന്തോഷം അയാൾക്ക് കയ്യിൽ ഞാൻ പിടിച്ച് അപ്പം കഥാപാത്രം തന്നെ അപ്പനാണ് മെയിൻ. ഫിലിപ്സിൽ ഞാനാണ് ഫിലിപ്സ്, കാതികൽ ഞാനാണ് കാതികൻ, അയ്യർ കണ്ട അറേബ്യയിൽ അയ്യറിൻ അറേബ്യയിൽ ഞാനാണ് അയ്യർ. ഓക്കെ, ഒരു സന്തോഷവും ഇല്ല അദ്ദേഹത്തിന്. അന്ന് ഉറങ്ങിയും കാണത്തില്ല. അപ്പൊ നമ്മള് പ്രിപ്പയർഡ് ആയിരിക്കണം. തെക്കോട്ട് വരുമ്പോൾ വടക്കോട്ടെല്ലാം വളരെ ഗംഭീരമാണ്, എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്തൊന്നും ചെയ്യുന്നതല്ല. തിരിഞ്ഞു നോക്കുമ്പം സത്യസന്ധമായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സിനിമകൾ ഓടിയിട്ടുണ്ട്, ചില സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. ഇപ്പം കൊറോണ വന്നപ്പം ഓടാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുറേ സിനിമകൾ ടി വിയിൽ വന്ന് ആൾക്കാർ കാണാൻ നിർബന്ധിതരായി. വേറെ ഒരു പണിയും ഇല്ല, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ടി വി തന്നെ ശരണമെന്ന് പറഞ്ഞപ്പോൾ പല പല ചാനലുകളിൽ ഇനി ഈ പടം ഇറങ്ങി, അയ്യോ ഇതെന്താ ഓടാതിരുന്നു, ഞാൻ അറിയാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ. ഈ ഏറ്റവും വലിയ എൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മുത്താരംകുന്ന് പി ഒ എന്ന് പറയുന്ന പല ഭാഷകളിലെടുത്തൊരു സിനിമയാണ്. ദാരാസിംഗ് എന്ന് അഭിനയിച്ച സിനിമയാണ്. പല ഭാഷകളിലുള്ള നടന്മാർ പല സന്ദർഭങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മലയാളിക്ക് ഇങ്ങനെ കഥ ഉണ്ടാക്കാൻ മലയാളീസിനെ പറ്റത്തുള്ളൂ, കേരളത്തിലുള്ളവരോട് എന്താ ഡിഫറൻസ്, എന്താ ഈ ഇങ്ങനൊരു സൂപ്പർ ഹിറ്റ് പടം ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് മെയിൻ അല്ലേ ഈ ഒരു പിടുത്തം? സൂപ്പർ ഹിറ്റ് അല്ല, ഫ്ലോപ്പാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ സിനിമ നമ്മൾ പിന്നീട് ടി വിയിൽ കണ്ടപ്പോഴത്തേക്ക് സൂപ്പർ ഹിറ്റായിട്ട് ആളുകളങ്ങ് വിചാരിക്കുക. പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം, ശ്രീനിവാസൻ അറിയാം, സിബി മലയിലിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, അതിൻ്റെ പ്രൊഡ്യൂസറിനും അറിയാം, പോയി പടം പൊളിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ കണ്ടതിന് ശേഷം ടോട്ടലായിട്ട് പല ജെനുവിനായിട്ടുള്ള ആൾക്കാർ അത് തെക്കും വടക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് റോളാണെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ അഭിനയിക്കാൻ പറ്റി. ഇത് പച്ചയായ മലയാളിയാണ്. ഒരു മലയാളി അതിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഷ്ടകളും എക്സ്പ്രഷൻസും മാത്രമേ ചെറുതും വലുതും പൊളിഞ്ഞതും ഓടിയതുമായിട്ടുള്ള സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ. അതാരും പറഞ്ഞു ചെയ്തൊന്നുമില്ല. നമ്മുടെ ഒരു സ്കൂൾ അതാണ്, നാടകത്തിൽ നിന്ന് വന്ന ഒരു സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഇത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, അതല്ലാതെ ഇത് ഞാനായിരുന്നെങ്കിൽ മാസിന് എന്ത് ചെയ്യാം, അവിടെ എന്താ ഒരു മാനറിസം ഇട്ടിട്ട് സിഗരറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചിങ്ങനെ, അതൊന്നും നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് നാടകത്തിൻ്റെ സ്കൂളാണ്. ആ കാരണം കൊണ്ട് പിൽക്കാലത്തും ഇങ്ങനെയുള്ള സിനിമകൾ അറിയപ്പെടും എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. കാര്യം അതിനകത്ത് ജെനുവിനാണ്. ഒരു മലയാളി എങ്ങനെ ഇരിക്കണം, ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ ആ നാടിനെ പറ്റി അറിയാവുന്നതാണ് പറയുന്നത്. നല്ലൊരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ ആ നാടിൻ്റെ സംസ്കാരവും ആൾക്കാരുടെ ഇത്. അതേപോലെ പിൽക്കാലത്ത് ഇപ്പം എന്താ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, ഈ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി ഈ അടുത്ത സമയത്ത് നടക്കുന്നു, നവംബർ 1 മുതൽ 7 വരെ. അപ്പോൾ എൻ്റെ ഒരു പരിപാടി ഉണ്ട് അവിടെ, സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഞാനും GS പ്രദീപും. പെട്ടെന്ന് PRD നിന്ന് ഒരു ഫോൺ കോൾ വരുവാണ്, അതേ കൈരളി TV യിലോട്ടൊന്ന് വരണം. ഞാനിവിടെ റിഹേഴ്സലൊക്കെ മാറ്റിവെയ്, അത് നാളെ അല്ലേ ഉള്ളൂ, ഇന്നിപ്പോൾ വരണം, വന്നേ പറ്റത്തുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് വരെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഏറ്റവും ന്യൂ ജനറേഷൻ, ഒരു പക്ഷേ സ്കൂൾ ഫൈനലിലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ ഒക്കെ ആയിട്ട് കൈരളി നിറഞ്ഞ് തിളുമ്പി താഴെ ഇരിക്കുകയാണ് ഗോഡ് ഫാദർ കാണാൻ 31 കൊല്ലം മുമ്പ്. അതായത് കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ആ സിനിമയുടെ ഒരു വരവ് മറക്കില്ല. അത് നമ്മൾ അന്തം വിട്ടു. അതാണ് ഇവരിത്ര നിർബന്ധമായിട്ട് വരുന്നത്. എന്നെ കണ്ടപ്പോൾ ആൾക്കാർ മതിമറന്ന് കൈയടിക്കുകയാണ്. അതെല്ലാം തന്നെ അതിനകത്തൊന്നും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതിരുന്നുകൊണ്ടാണ്. എല്ലാവരും ജെനുവിനായിട്ട് മലയാളികളായിട്ട് നിന്ന്. അപ്പം ഞാൻ കുറച്ച് സമയം നിൽക്കേണ്ടതായിട്ട് വന്നു. ടൈറ്റിൽ ഉൾപ്പെടെ കൈയടിക്കുകയാണ്. ടൈറ്റിൽ കൈയടിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തരെ പേര് കാണിക്കുമ്പോൾ കൈയടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൊല്ലം അവിടെ ഇരിക്കുന്ന കുട്ടികൾ ജനിച്ചില്ലെന്ന് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾ പലരും ജനിച്ചിട്ടില്ല.
അതൊക്കെ ലൈഫ് ലോങ് ആണ്. അതെ. നമ്മൾ ഏത് കാലം ആ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഈ നാട് മനസ്സിലാവും, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഇന്നസെൻ്റ് ഒരു ലാസ്റ്റ് അവസാന പടമായിരുന്നു ഫിലിപ്സ്. മുകേഷ് ഏട്ടൻ ഇന്നസെൻ്റ് ഏട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷന് ശരിക്കും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ മുകേഷ് ഏട്ടൻ തന്നെ ഇന്നസെൻ്റ് ഏട്ടനെ പറ്റി പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അത് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഫിലിപ്സിലാണെങ്കിൽ പോലും തോളത്തടിച്ചിട്ട് പറയുന്ന ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പം തന്നെ നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? ഒരു സൗഹൃദം എന്ന നിലയിൽ. അല്ല, സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്നെ വലിയ താല്പര്യമായിരുന്നു. ഞാനിത് കണക്ക് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ തുറന്നു പറയും, അതിനകത്ത് തമാശ ചേർത്തിട്ടാണ് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് വിഷമം വരത്തില്ല. പക്ഷേ അതിനപ്പുറം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾക്ക് മാത്രം പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ഏട്ടന് മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്തൊരു ദിവസം പറഞ്ഞിട്ടേ, ഞാനൊരു പുതിയ ഫോൺ മേടിച്ചതാണ് ദുബായിൽ പോയിട്ട്. വന്നപ്പം മുതൽ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ ചില ദുബായിൽ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ട് നന്നാക്കാനും പറ്റത്തില്ല. ഞാൻ അതിനകത്തങ്ങ് വീണു. ഞാൻ ഉടനെ തന്നെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഈ ഫോണിൻ്റെ ആൾക്കാരെ വിളിച്ച് അവർ കൊണ്ടുപോയി ഫോൺ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുത്തു വിടരുത്, എന്നെയൊക്കെ എന്താണ്, എൻ്റെ രഹസ്യമൊന്നും ഇല്ലല്ലോ എനിക്ക്. കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു, ചേട്ടാ എല്ലാം റെഡിയാക്കി. പിന്നെയും കുഴപ്പം, ആരും ഇൻകമിങ് കോൾ വരുന്നില്ല. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ വിളിക്കാം, ഇൻകമിങ് കോൾ വരുന്നില്ല. പിന്നെ എറണാകുളത്ത് കൊണ്ട് കൊടുത്തു. അവരും എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ ചെറിയ കുഴപ്പമുണ്ടായിരുന്നു, അത് മാറ്റി, മറ്റേത് മാറ്റി. പിന്നെയും വരുന്നില്ല. പിന്നെ അവർ പറഞ്ഞ് ഇതിൻ്റെ മെയിൻ ഒരു ഇതുണ്ട് ചെന്നൈയിൽ നിന്ന്, അവിടുത്തെ ഓഫീസർ വരുന്നുണ്ട്, അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളും വന്നു. ഞാനായതുകൊണ്ട് അയാളും വന്നു. കുറേ നേരം ജോലിക്കാരുമായിട്ടൊക്കെ ഇരുന്നിട്ട് അവർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻകമിങ് കോൾ വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഔട്ടായതാ, എന്നെ ആരും വിളിക്കാത്തടാ. പണ്ടൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ വിളിക്കാത്ത, ഞാൻ ഔട്ടായടാ. ഇങ്ങനെ ഒരു തമാശ പറയാൻ ഇന്നസെന്റിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ പോലും പറയത്തില്ല. നമ്മൾ ഔട്ടായി അല്ലെങ്കിൽ നമുക്ക് കുറവാണ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ അതൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാൻ പല വലിയ സീനിയർ നടന്മാരൊക്കെ പണ്ടുണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, അവർ നല്ല നടന്മാരാണ്. അത് കളിയുണ്ട്, എന്നെ അവർ പുറത്താക്കി. ആ റോള് ചെയ്യേണ്ട ഞാനാണ്. അവർ വന്നിട്ട് എന്നെ മാത്രം മാറ്റിയിട്ട് വേറെ ആളിനെ ഇട്ട്. ഞാൻ പറയും, ചേട്ടാ അങ്ങനെ പറയരുത്. നമ്മൾ ഔട്ടായെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ, നമ്മളെ മാറ്റിയെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ നമ്മളെക്കാൾ നല്ല ഒരാളുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയല്ലേ. എനിക്ക് സമയമില്ലായിരുന്നു, ആ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ പിന്നെ പൈസയൊക്കെ വളരെ കുറവായി. നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളതേ പറയാവൂ എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇന്നസെൻ്റ് എല്ലാം പച്ചയ്ക്ക് തുറന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മുടെ ഈ പടത്തിൻ്റെ ഒരു വരവിലോട്ട് വരുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെ എന്താണ് ഇക്കയ്ക്ക് പറയാനുള്ളത് ഈ സിനിമയെ? ഈ സിനിമ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഇതിലൊരു ഹ്യൂമറുണ്ട്. അതുകൊണ്ടാണ് മുകേഷ് ചേട്ടനും ഉർവശി ചേച്ചിയും പോലുള്ള ഈ കഥാപാത്രങ്ങളൊക്കെ ഇത് നമ്മളെ കണക്ട് ചെയ്യും. ഇതാണ് എനിക്ക് ഉറപ്പ് വരാനുള്ളത്. കാര്യം ഈ സിനിമ നിങ്ങളെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. ഇതേ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഇതിൻ്റെ ഞാൻ ആദ്യമായി കഥയും തിരക്കഥയും സംഭാഷണം എഴുതുന്ന സിനിമയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെയാണ് ഈ സിനിമ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പം മുകേഷ് ചേട്ടാ നല്ലൊരു വിജയമായി മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക്സ്.